ഫിഷ് മസാല, ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞപ്പൊടി, പുട്ടുപൊടി, അരിപ്പൊടി പോലുള്ള പൊടികൾ വിറ്റ് കച്ചവടം പൊടി പൊടിച്ചിരുന്ന കമ്പനി. എന്നാൽ 2015 ശേഷം കമ്പനിക്ക് എന്ത് സംഭവിച്ചു? ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. നിങ്ങൾ ഇൻഡസ്ട്രി ഫോളോ ചെയ്യാൻ മറക്കണ്ട. 1976 KKR കർണനാണ് കാലടിയിൽ ഒരു റൈസ് മിൽ ആരംഭിക്കുന്നത്. ട്രഡീഷണൽ മെത്തേഡ്സിലൂടെ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് മാർക്കറ്റിൽ എത്തിക്കാൻ ആരംഭിച്ചതോടുകൂടി കമ്പനിയുടെ വളർച്ചയും ആരംഭിച്ചു. വർഷം 2000 ആകുമ്പോഴേക്കും കമ്പനി 40-ലധികം രാജ്യങ്ങളിലേക്കാണ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ 15 മുതൽ 70% സ്റ്റാർച്ച് കണ്ടന്റ് പ്രൊഡക്ട്സിൽ കണ്ടതോടുകൂടി 2015 ഈ ഒരു കമ്പനിയെ കേരള ഗവൺമെന്റ് ബാൻ ചെയ്തു. അതിന്റെ കൂടെ മുളക് പൊടിയിൽ ഇഷ്ടിക പൊടി ഉണ്ടെന്നുള്ള റൂമേഴ്സും. എന്താണത്? ബാറ്ററി ചാർജ് കിട്ടാൻ വല്ലി അടിച്ച് പാമ്പായി ഇങ്ങനെ എഴയാൻ. ഇതൊക്കെ തന്നെ ധാരാളമായിരുന്നു. കൺസ്യൂമേഴ്സ് മറ്റു ബ്രാൻഡുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു. മാർക്കറ്റ് ഷെയർ ഇല്ലാണ്ടായി. അവസാനം 200 കോടി രൂപയ്ക്ക് ഈ ഒരു കമ്പനിയെ വിപ്രോ അക്വയർ ചെയ്തു. കമ്പനിയുടെ പേരാണ് നിറപറ. പ്രൊഡക്ട്സ് ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ പണ്ടത്തെ ആ ഒരു പ്രതാപമില്ല. നിങ്ങൾ ഇപ്പോഴും നിറപറയുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ മറക്കണ്ട.